ഹായ്. ഇന്നൊരു വലിയ പ്രശ്നത്തിനുള്ള സിമ്പിൾ പരിഹാരം അച്ഛൻ പറഞ്ഞു തരാം കേട്ടോ. എന്താ പ്രശ്നമെന്നറിയില്ലേ? കോപത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ടെക്നിക്കാണ്, ഒരു ട്രിക്കാണ് അച്ഛൻ പറഞ്ഞു തരുന്നത്. എന്താണെന്നറിയത്തില്ല, ഈ കോപം എന്ന് പറഞ്ഞാൽ മൂക്കത്താണ് വരുന്നത്. മൂക്കത്ത് ശുണ്ഠി, വായി വരുന്ന എല്ലാം അങ്ങ് പറയും. പറഞ്ഞു കഴിഞ്ഞ് പിന്നെ വിചാരിക്കും ഒന്നും പറയണ്ടായിരുന്നത്. പക്ഷെ പിന്നെ വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരിക്കലൊരു ഭർത്താവും ഭാര്യയും ഉണ്ടായിരുന്നു. ഇവർക്കൊരു നല്ല കാറ് വാങ്ങണമെന്ന് ആഗ്രഹം. അവരിച്ചിരി ലോണും ഒക്കെ എടുത്ത് പൈസ സമ്പാദിച്ച് കാറ് വാങ്ങി. ഭർത്താവിന് വണ്ടി ഓടിക്കാൻ അറിയാം, ഭാര്യയ്ക്ക് അറിയത്തില്ല. അങ്ങനെ അവർ വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കുകയാണ്. ഭർത്താവ് ഓടിക്കുന്നു. അപ്പം ഭാര്യ പറഞ്ഞു എനിക്കും പഠിക്കണം. ഭർത്താവ് ഭാര്യയെ പഠിപ്പിച്ചു. ലൈസൻസ് കിട്ടിയതേ ഉള്ളൂ, അത്ര എക്സ്പേർട്ട് ആയില്ല. ഒരു ദിവസം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ കുറച്ച് ദൂരെ ഡ്രൈവ് ചെയ്യണം, ലോങ് ഡ്രൈവ് ചെയ്താലേ വണ്ടി ഓടിക്കാൻ പഠിക്കുകയുള്ളൂ, നന്നായിട്ട് പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ദൂരയാത്ര പോകാം. അങ്ങനെ ഭാര്യ ദൂരയാത്ര പോകാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് റെഡിയായി. പിന്നെ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഭർത്താവിനൊക്കെ പറഞ്ഞു പോകുന്നു, വളരെ കംഫർട്ടബിളായിട്ട് പോകുന്നു. പെട്ടെന്നാണ് എതിരെ ഒരു ലോറി വന്നത് ഇവരുടെ നേരെ കയറി വന്നു. ഇച്ചിരി ഇവരുടെ സൈഡ് എടുത്ത് കയറി വന്നു. ഭാര്യ ആകെ വെപ്രാളത്തിലായി. ഭർത്താവ് പറഞ്ഞു ചവിട്ട് ചവിട്ട്, ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നു. പക്ഷേ ഭാര്യ വെപ്രാളത്തിൽ ചവിട്ടിയത് ആക്സിലറേറ്റർ ആയിപ്പോയി. ലോറി അവിടെ ചവിട്ടി നിർത്തി. പക്ഷേ ഇവർ ചെന്ന് ഇടിച്ചു കയറി. അവർ പുതുതായിട്ട് വാങ്ങിയ വണ്ടി തകർന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഇവർക്കൊന്നും പറ്റിയില്ല. ഭർത്താവിൻ്റെ വായിൽ നിന്ന് ആദ്യം എന്തായിരിക്കും വരിക? ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരിക്കും? ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം. നിങ്ങളാണ് ആ സാഹചര്യത്തിൽ എന്ത് വരും? എൻ്റെ അപ്പൻ വാങ്ങിച്ചു തന്ന വണ്ടിയൊന്നും അല്ല എന്നായിരിക്കും ആദ്യം വരുന്നത്. വിഴുങ്ങിക്കോണം കേട്ടോ. ആ റെസ്പോൺസ് ഒന്ന് അന്നേരം വിഴുങ്ങിക്കോണം, ഇങ്ങനെ അങ്ങോട്ട് വിഴുങ്ങണം. കാരണം എന്നാണെന്നറിയോ? അത് പറഞ്ഞാൽ ഓൾറെഡി ഭാര്യ വളരെ സങ്കടത്തിലാണ്, ഭാര്യയ്ക്ക് ഭയങ്കര വിഷമമാവും. പിന്നെ നിങ്ങൾ തമ്മിൽ അടിയാകാൻ അത് മതി. രണ്ടാമത് വരുന്ന റെസ്പോൺസ് എന്താ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ബ്രേക്ക് ചെയ്യട്ടെ, നീ എന്തിനാ ആക്സിലറേറ്റർ ചെയ്യട്ടെ? അതും അങ്ങ് വിഴുങ്ങിയേക്കണം. കാരണം ആ സമയത്ത് അത് ഭാര്യയ്ക്ക് ഡൈജസ്റ്റ് ആവില്ല. ആ സംഭവം അവിടെ നടന്ന് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ശാന്തമായി കഴിഞ്ഞ് നിങ്ങൾ ഭാര്യയുടെ അടുത്ത് ചെല്ലണം. അവരാകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുക. ഭാര്യയുടെ അടുത്ത് ചെന്ന് സാവധാനം പറയണം, സാരമില്ല, ഇതിൽ സംഭവിച്ചത് സംഭവിച്ചു, നിന്റെ കുറ്റം കൊണ്ടൊന്നും അല്ല. ആ യഥാർത്ഥ കുറ്റമെന്ന് പറയുന്നത് ഈ വണ്ടി ഉണ്ടാക്കിയവരുടെ കുറ്റമാണ്. കാരണം അവർ ബ്രേക്കും ആക്സിലറേറ്ററും അടുപ്പിച്ച് വെച്ചതുകൊണ്ടല്ലേ നിനക്ക് തെറ്റിപ്പോയി. ഒരു ഇച്ചിരി അകത്തി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ പ്രശ്നം വരത്തില്ലായിരുന്നു. അതെന്നാ ചേട്ടാ, വണ്ടിക്കാരെല്ലാം അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്? ഓക്കെ, അപ്പം ഉണ്ടാക്കിയവരുടെ പ്രശ്നമല്ല, പക്ഷെ നിന്നെ ഡ്രൈവിങ് പഠിപ്പിച്ചവരുടെ പ്രശ്നമാണ്. അവരിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു. എ സമം ആക്സിലറേറ്റർ, തൊട്ടടുത്ത് ബി സമം ബ്രേക്ക്, സി സമം ക്ലച്ച്. ABC തിയറിയിലാണ് ഇത് ഉണ്ടാക്കിയെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ നിന്നെ ഇത് ഓരോ സൈഡ് എടുത്ത് പഠിപ്പിച്ചിരുന്നെങ്കിൽ നീ ബ്രേക്കെ തന്നെ ചവിട്ടിയാണ്. പക്ഷെ അങ്ങനെ അവർ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് പ്രശ്നം നിൻ്റെ അല്ല. അല്ല ചേട്ടാ, പ്രശ്നം എൻ്റെയാണ്, ഞാൻ അത്രയും വെപ്രാളം കാണിക്കണ്ടായിരുന്നു. സാരമില്ല മോളെ, ഇനി നമുക്കത് ആവർത്തിക്കാതിരുന്നാൽ മതി, പോയത് പോട്ടെ. ഇങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് എങ്കിൽ ഭാര്യയുടെ കോൺഫിഡൻസ് കൂടും, നിങ്ങളോടുള്ള ഇൻറ്റിമസിയും കൂടും. ആദ്യത്തെ 2 റെസ്പോൺസ് ആ സ്പോട്ടിൽ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിലോ ഭാര്യ നിങ്ങളിൽ നിന്ന് അകന്നു പോയേനെ. ഒരു പക്ഷേ ഒരാഴ്ച മിണ്ടാതിരിക്കാനുള്ള കാരണം അതായേനെ. അതുകൊണ്ടാണ് ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള ആദ്യത്തെ ടെക്നിക്കും രണ്ടാമത്തെ ടെക്നിക്കും ഒന്ന് തന്നെയാണ്. വായി വരുന്നതിനെ ഉള്ളിലേക്ക് അങ്ങ് വിഴുങ്ങിയേക്കുക. രക്ഷപ്പെടും നമ്മൾ.